ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എസ് ഓൺ ഓഫ് വൈഫൈ സ്മാർട്ട് സ്വിച്ച് ആണ്. ഇന്റർനെറ്റിന്റെ സഹായത്തോടുകൂടി ലോകത്തിന്റെ ഏത് മൂലയിലിരുന്നും നമുക്കൊരു ഡിവൈസ് ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഈ ഡിവൈസ് കൊണ്ട് സാധിക്കുന്നതാണ്. അതിനുവേണ്ടി മൊബൈലിൽ നിന്നും കൺട്രോൾ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള QR കോഡാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ മൊബൈലിൽ നമുക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിന്റെ മുകളിൽ കാണുന്ന ഈ ഒരു പർട്ടിക്കുലർ സ്വിച്ച് ഉപയോഗിച്ച് നമുക്ക് മാനുവലായും ഈ ഡിവൈസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൽ ഇൻപുട്ട് എന്ന് എഴുതിയിരിക്കുന്നിടത്ത് 230 വോൾട്ട് ഇൻപുട്ടും ഔട്ട്പുട്ടിൽ നമുക്ക് കൺട്രോൾ ചെയ്യേണ്ട ലോഡും കണക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഡിവൈസ് ഇനീഷ്യലി പെയറിംഗ് മോഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഈ ഒരു ബട്ടൺ 5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കണം. QR കോഡ് സ്കാൻ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത ആപ്പാണിത്. EWLink എന്നാണ് ഈ ആപ്പിന്റെ പേര്. ഈ ആപ്പ് ഓപ്പൺ ചെയ്തതിനു ശേഷം നമുക്ക് വേണ്ട ഡിവൈസിനെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഒരു ലോഗിൻ പേജ് യൂഷ്വലി വരാറുണ്ട്. ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഡയറക്റ്റ് ആയി ഡിവൈസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നത്. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു ഇമെയിൽ ID യോ ഫോൺ നമ്പറോ വെച്ച് ഒരു ലോഗിൻ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം ഡിവൈസ് ആഡ് ചെയ്യാൻ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്വിക്ക് പെയറിംഗ് എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ആഡ് വൺ ഡിവൈസ്. വൈഫൈ പാസ്വേഡ് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഡിവൈസിന് വേണ്ടി സ്കാൻ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഡിവൈസിന് സ്കാൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഡിവൈസ് പെയറിംഗ് മോഡിലേക്ക് മാറ്റേണ്ടതുണ്ട്. അതിനുവേണ്ടി പവർ ബട്ടൺ ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണ് വേണ്ടത്. അതിനുശേഷം ഇവിടെ നമുക്ക് ഡിവൈസിൻ്റെ നെയിം കൊടുക്കാം. ആക്ച്വലി ലൈറ്റ് എന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിവൈസ് പെയർ ചെയ്തതിന് ശേഷം ഇവിടെ ലൈറ്റ് എന്നൊരു നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലൈറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൾബ് ഓൺ ആവുന്നതും ഓഫ് ആവുന്നതും കാണാം. നിങ്ങൾക്ക് ഈ ഡിവൈസ് അലക്സയോ ഗൂഗിൾ അല്ലെങ്കിൽ സിറിയുമായി വോയിസ് കമാൻഡ് വഴി ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി കോൺഫിഗർ ചെയ്യണമെങ്കിൽ പ്രൊഫൈൽസിൽ പോയതിനു ശേഷം നമുക്ക് വേണ്ട ആപ്പുമായി ലിങ്ക് ചെയ്യാം. ഇപ്പോൾ അലക്സയുമായി ലിങ്ക് ചെയ്യണമെങ്കിൽ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഞാൻ ഓൾറെഡി ലിങ്ക് ചെയ്തതുകൊണ്ട് അലക്സയുമായി ഓൾറെഡി ലിങ്ക് ചെയ്തിരിക്കുകയാണ്. Alexa, turn on the switch. Alexa, turn off the switch. എസ് ഓൺ ഓഫ് പോലെ വിപ്രോ ഇൻ്റഗ്രേറ്റ് ചെയ്തു വരുന്ന ഒരു സ്മാർട്ട് ബൾബാണിത്. ഇതിൽ നമുക്ക് വോയിസ് കമാൻഡ് വെച്ച് ഇഷ്ടമുള്ള കളറും മൊബൈൽ ആപ്പ് വെച്ച് ഡിവൈസ് ഓൺ ആക്കാനും ഓഫ് ആക്കാനും എല്ലാം സാധിക്കുന്നതാണ്. വിപ്രോ സ്മാർട്ട് ബൾബിൻ്റെ ആപ്പാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തത് കൊണ്ടാണ് ഡയറക്റ്റ് ആയിട്ട് ഡിവൈസ് ലിസ്റ്റ് ചെയ്തത്. ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്ത് നമ്മുടെ ഡിവൈസ് പെയർ ചെയ്ത് ആഡ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഓൾറെഡി ആഡ് ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഡിവൈസ് ലിസ്റ്റ് ചെയ്തത്. ഇതിൽ നമുക്ക് ബൾബിനെ ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ RGB കളേഴ്സ് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് ബൾബിൻ്റെ കളർ മാറ്റാവുന്നതാണ്. ഇത് തന്നെ വോയിസ് കമാൻഡിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ കളറിലേക്ക് മാറുന്നതായിരിക്കും. ഈ ബട്ടണാണ് ഓൺ ഓഫ്. Alexa, make bulb color to red. വിപ്രോയുടെ സ്മാർട്ട് ബൾബിൽ മ്യൂസിക് എന്നൊരു ഓപ്ഷൻ കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു മ്യൂസിക് ഓപ്ഷൻ ഉപയോഗിച്ച് ബൾബിൻ്റെ കളർ മ്യൂസിക്കിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതിനുവേണ്ടി വീട്ടിലുള്ള ഓഡിയോ സിസ്റ്റത്തിൽ നിന്നും പ്ലേബാക്ക് വരുന്ന സമയത്ത് മൊബൈൽ ഫോൺ അതിനടുത്ത് വെച്ചാൽ മതിയാകും.
വിപ്രോന് സ്മാർട്ട് ബൾബ് പോലെ തന്നെ സ്മാർട്ട് പ്ലഗും അവൈലബിൾ ആണ്. വർക്ക് ചെയ്യുന്നത് ഒരേ രീതിയിൽ തന്നെയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നോക്കാവുന്നതാണ്.